ഹലോ, ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ. ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ചെറുപയർ, അതുപോലെ കുറച്ച് പച്ചക്കടല, കുറച്ച് തോരമ്പരിപ്പ്, അതുപോലെ തന്നെ കുറച്ച് കമ്പ്. നമുക്ക് അരിക്ക് പകരമാണ് കേട്ടോ കമ്പ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ഒരു രാത്രി ഫുള്ളായിട്ട് സോക്ക് ചെയ്ത് വെക്കുക. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും ഇതെന്നാൽ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിത് 2 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇത് അരയ്ക്കാനായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് അരയ്ക്കണ സമയത്ത് ഡൈജഷൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം മിക്സിയുടെ ജാറിലോട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഈ മിക്സ് വേണ്ടത്. അതിനുശേഷം കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇത് ദോശമാവിൻ്റെ കൂടെ കുറച്ച് മിക്സ് ചെയ്തും കൊടുക്കാം, അല്ലാതെ നമുക്കിത് വെറുതെയും ചൂടാം കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കല്ല് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ദോശ ഷേപ്പിൽ നമുക്ക് ചുട്ടെടുക്കുക. അതിന് ശേഷം കുറച്ച് സവാള, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റോ, അങ്ങനെ നമ്മുടെ ചോയ്സിനനുസരിച്ചുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് നന്നായിട്ട് രണ്ട് സൈഡും ക്രിസ്പി ആയിട്ടുള്ള ദോശയായിരിക്കും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആയിട്ട് എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് തേങ്ങാ ചമ്മന്തി, അതുപോലെ തന്നെ പുതിന ചമ്മന്തി ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.